ഏതാനും പതിറ്റാണ്ടുകളായി മലയാളിയെ ശബ്ദം കൊണ്ട് സുഖിപ്പിച്ച ഒരു ഗായകനാണ് എന്നോടൊപ്പം ഉള്ളത്. നോത്തുപള്ളിയിൽ അന്ന് നമ്മൾ പോയിരുന്ന കാലം എന്ന് തുടങ്ങിയ പാട്ട്, അതുപോലെ മദളത്തേനുണ്ണാൻ പാറിപ്പറന്നു വന്ന് മാണിക്യക്കുയിലാളേ എന്ന് തുടങ്ങിയ പാട്ട്, ഇങ്ങനെയുള്ള പാട്ടുകളെല്ലാം തന്നെ മലയാളി മനസ്സിൽ ഇങ്ങനെ തത്തിക്കളിക്കുന്ന പാട്ടുകളാണ് വർഷങ്ങളായി. വി.ടി. മുരളി അദ്ദേഹം പാട്ട് വിശേഷങ്ങൾ പങ്കുവയ്ക്കും, പ്രത്യേകിച്ചും ഈ നോമ്പ് കാലത്ത്. നമസ്കാരം. ഈ പാട്ടുകളുടെ ഓർമ്മ ഒരുപക്ഷെ ഈ നോമ്പ് കാലത്ത് ഓത്തുപള്ളിയൊക്കെ ആളുകളുടെ മനസ്സിലിങ്ങനെ നിൽക്കുകയാണ്. പാട്ടിനെ കുറിച്ച് ഒരുപക്ഷെ മാപ്പിളപ്പാട്ട് കലാകാരനാണ്, ഗാനഭൂഷണം കഴിഞ്ഞ് ശാസ്ത്രീയമായി അഭ്യസിച്ച ആളാണ്. ഒപ്പം തന്നെ ലളിതഗാന രംഗത്ത് അല്ലെങ്കിൽ ചലച്ചിത്രഗാന രംഗത്തെല്ലാം അവാർഡുകൾ നേടിയ ആളാണ്. അങ്ങനെ മറ്റൊരാൾ ഇല്ല ഒരുപക്ഷെ മലയാളത്തിൽ. അത് ഈ മൂന്ന് രംഗത്തും ഒരേപോലെ പ്രതിഭയായിട്ടുള്ള ഒരാളെ നമുക്കങ്ങനെ കണ്ടെത്താൻ കഴിയില്ല. എന്താണ് ഈ മാപ്പിളപ്പാട്ടിന്റെ ഒരു പശ്ചാത്തലം? മാപ്പിളപ്പാട്ട് സാധാരണ നമ്മൾ ശാസ്ത്രീയ സംഗീതമൊക്കെ പഠിക്കാൻ പോകുമ്പോൾ മാപ്പിളപ്പാട്ടിനോട് അത്ര വലിയ താല്പര്യം തോന്നൂലില്ല. കാരണം അതൊക്കെ ഒരു അധകൃത ഇതായിട്ടാണല്ലോ നമുക്ക് തോന്നുക. പക്ഷെ എനിക്ക് അതിനോട് താല്പര്യം വരാനൊരു കാരണം രാഘവ മാഷ് തന്നെയാണ്. കാരണം രാഘവം ഈ ഓത്തുപള്ളി എന്നുള്ള പാട്ട് ആണ് ഞാൻ പാടിയിട്ടുള്ളത്. മറ്റു ചില പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ മാപ്പിളപ്പാട്ടിന്റെ ഈ മറ്റു മാപ്പിളപ്പാട്ട് ഗായകരുണ്ടല്ലോ, അതായത് വിയ്യംകുട്ടി, നെഞ്ഞോളി മൂസ, പീർമോഹൻ, അതുപോലെ ആ ഒരു നിരയിൽ വരുന്ന പാട്ടുകാരനല്ല ഞാൻ. പക്ഷെ അതിനോടൊരു മതിപ്പുള്ള ഒരാളാണ്. ഈ ആ ഒരു ഗാനശാഖയോട്, ഒരു ധാരയോട് മതിപ്പുള്ള ഒരാളാണ്. അപ്പോൾ അതുണ്ടാക്കിയതിൽ വലിയ പങ്ക് വെച്ച രാഘവ മാഷാണ്. കാരണം രാഘവ മാഷാണെങ്കിൽ വലിയ 2-3 മണിക്കൂറാണ് കച്ചേരി, പിന്നെ രാഗന്ധനം പല്ലവിയെല്ലാം പാടുന്ന രീതിയിലുള്ള ശാസ്ത്രീയ സംഗീതത്തിനായിട്ട് പോലും എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന് മാപ്പിളപ്പാട്ടിനോട് ഇത്ര താല്പര്യം എന്ന് ഞാൻ ആലോചിച്ചിട്ടുണ്ട്. അപ്പം അത് ഒരു പ്രത്യേക ശൈലിയിലുള്ള, പ്രത്യേക രീതിയിലുള്ള, പ്രത്യേക ഒരു ഐഡന്റിറ്റിയുള്ള ഒരു ശാഖയാണെന്ന് മാഷാണ് എന്നെ ബോധ്യപ്പെടുത്തിയത്. അതിന് കാരണം തലശ്ശേരിയാണ് അദ്ദേഹത്തിന്റെ വീട്. സ്വാഭാവികമായിട്ടും ആ പരിസരങ്ങളിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾ, മണ്ണിൽ നിന്ന് കേൾക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ. രാഘവ മാഷ് അതിൻ്റെയും കൂടി ഒരാളാണല്ലോ. അപ്പൊ ആ നിലക്കാണ് എനിക്ക് അതിനോട് താല്പര്യം വേണ്ടത്. പിന്നെ അതിനെ ഒരു ബൗദ്ധിക തലത്തിൽ കാണാനും കൂടി ഞാൻ ശ്രമിച്ചു നോക്കിയിട്ടുണ്ട്. അതിന്റെ പിന്നെ മറ്റ് കാര്യങ്ങൾ, അതിന്റെ ഭാഷയല്ല. ഭാഷ പലപ്പോഴും ഈ മോയിൻകുട്ടി വൈദ്യരെ പോലത്തെ വലിയ മഹാകവികൾ എഴുതിയ ഭാഷയിലൊക്കെ സങ്കരമായ ഭാഷ പ്രയോഗങ്ങളാവുള്ളൂ. അറബി മലയാളം ഒക്കെയാണല്ലോ. അറബി മലയാളം എന്നല്ല, പിന്നെ മറ്റ് ഭാഷകൾ തന്നെ സങ്കരമായിട്ട് വന്നിട്ടുണ്ട്. അറബി മലയാളം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ശരിക്കും മലയാളം അറബിയിൽ എഴുതുക എന്നുള്ളതാണ്, ലിപിയാണ്. മറ്റേതിപ്പോൾ കർണാടക, കന്നഡയായാലും തമിഴായാലും പിന്നെ അങ്ങനെയുള്ള, പിന്നെ മലയാളത്തിന്റെ തന്നെ ഒരു പ്രാക്രൂപല്ലേ, അതൊക്കെയാണ് അതിൽ പലപ്പോഴും. അപ്പൊ നമുക്കതിന്റെ അർത്ഥവും കാര്യങ്ങളൊന്നും പെട്ടെന്ന് ഗ്രഹിക്കാനും പറ്റില്ല. ഗ്രഹിച്ചിട്ടല്ല ആളുകൾ അത് ആസ്വദിക്കുന്നു. സാധാരണക്കാരൻ ബദർപാടി ആയാലും ബദർ മുനീർ, ഹുസ്ൻ ജമാലായാലും ഒക്കെ ആസ്വദിക്കുന്നത് അതിനെ പൂർണ്ണമായിട്ട് അതിന്റെ വാക്കുകളോ അതിന്റെ ധ്വനികളോ ഒന്നും മനസ്സിലാക്കിയിട്ടൊന്നുമല്ല. അതിന്റെ ഒരു താളാത്മകത കൊണ്ടാണ് അതിന്റെ പാട്ടിനുള്ള. അത് തന്നെയാണ് ഏറ്റവും വലിയ സംഭാവന. ഈ മാപ്പിളപ്പാട്ടിന്റെ ഏറ്റവും വലിയ സംഭാവന എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം, അതിന്റെ താളാത്മകതയാണ്. ആ താളം മനുഷ്യ ഹൃദയങ്ങളിലേക്ക് പെട്ടെന്ന് ആകർഷിക്കുന്ന താള രൂപങ്ങൾ അതിനുണ്ട് എന്നുള്ളതുകൊണ്ടാണ് അതിന്റെ ഒരു പ്രധാനം ഞാൻ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, നമുക്ക് അതിനോട് താല്പര്യം തോന്നി തുടങ്ങി അങ്ങനെയാണ്. പിന്നീട് കുറെ പാട്ടുകളൊക്കെ കേൾക്കും. പിന്നെ അങ്ങനെ ആ മേഖലയിലെ ഒരു ജഡ്ജായിരുന്നതോടുകൂടിയാണ് ഞാൻ അതിൻ്റെ ഒരാളായി കാണുന്നുള്ളത്. ഞാനും വിദ്യാധര മാഷും ഇവരൊക്കെ പലപ്പോഴും ഇതിലെ ജഡ്ജാസായിട്ട് ഈ ചാനലുകളിൽ ഇരുന്നപ്പോഴാണ് അതിൽ ഞാൻ കമന്റ് ചെയ്യുന്നൊക്കെ ആളുകൾ ശ്രദ്ധിക്കുമല്ലോ. അപ്പൊ അതിൽ ഇയാള് പിന്നെ ഇതൊക്കെ അറിയുന്ന ഒരാളാണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ആളിലേക്ക്. അല്ല, ഈ ഓത്തുപള്ളി വലിയ തോതിൽ ഹിറ്റായ പാട്ടാണ്, ഇപ്പോഴും ഹിറ്റാണ്. അതിന്റെ ഒരു അതിജീവനം അല്ലെങ്കിൽ അതിന്റെ ഒരു ഭംഗി, അതായത് ചോരാത്ത ഭംഗി എന്നൊക്കെ പറയില്ലേ പാട്ടിന്റെ, അത് എങ്ങനെയാണ് ആ പാട്ടിന് വന്നത്? ഒരുപക്ഷെ മാപ്പിളപ്പാട്ട് മേഖലയിൽ നിന്ന് വന്ന ആളല്ലെങ്കിൽ പോലും അത് പാടിയ പോലും മാപ്പിളപ്പാട്ടുകാരനല്ല അത് പാടിയതെന്ന് തോന്നില്ല. അതെങ്ങനെ സംഭവിച്ചു? അത് തേൻതുള്ളി എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി നേരത്തെ ഉണ്ടായിരുന്നൊരു പാട്ടാണത്. കെ.പി. കുമാറിന്റെ നേരത്തെ ഉണ്ടായിരുന്ന പി.ടി. അബ്ദുറഹിമാൻ നേരത്തെ വിയ്യംകുട്ടി മാഷക്ക് വേണ്ടി എഴുതിയൊരു പാട്ടാണത്. അത് കൃഷ്ണദാസ് മാഷ്, അതാണിപ്പോ ഓരോരുത്തർ ഗസലാന്നും പറഞ്ഞ് പാടുന്നില്ല, അതിനൊരു ഗസലും ഇല്ല. ഗസൽ എന്ന് പറഞ്ഞ വേറെ കിടക്കാണ്. അത് മാഷ ഒരു സ്റ്റൈലാണ്, അത് കൃഷ്ണദാസ് മാഷ. അതിന് യഥാർത്ഥത്തിൽ
അതിന് ഒരു ബംഗാളി സ്റ്റൈലിനോടാണ് അതിന്റെ ഒത്തുപള്ളിയിലെന്ന് നമ്മൾ ഇപ്പൊ ഇവിടെ ഗസലാന്ന് പറഞ്ഞെടുക്കുക ഓരോരുത്തർ. അപ്പൊ വലിച്ചു നീട്ടിപ്പാടുന്നെല്ലാം ഗസല എന്നുള്ളൊരു തെറ്റിദ്ധാരണ അതും ജനങ്ങളിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളീയയിൽ ഉണ്ടാക്കാൻ ഈ പാട്ടുകാർ ചെയ്തിട്ടുള്ളത്. മറ്റേത് ഒത്തുപള്ളിയിലെന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്ത് നിൽക്കയാണ് നീലമേഘം. അപ്പൊ അതൊരു പ്രധാന പങ്ക് വഹിക്കുന്ന രാഘവ മാഷ് തന്നെയാണ്. കാരണം രാഘവ മാഷ് എന്നോട് പറയുന്നത് പിന്നെ അതൊരു പ്രത്യേക സാഹചര്യത്തിലാണ് ആ പാട്ട് പാടാനുള്ള കാരണം ഉണ്ടായതുപോലെ ഒരു പ്രത്യേക സാഹചര്യം ഉണ്ട്. അച്ഛൻ സുഖയിലാണ്ടായി കിടക്കുന്നു. ആ സമയത്ത് അച്ഛനോട് കാണിക്കുന്ന ഒരു സ്നേഹമായിട്ടാണ് അവരെന്നെ കൊണ്ടുപോയി പാടിക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള അച്ഛന്റെ സുഹൃത്തുക്കളാണ് സിനിമയുടെ പിന്നിലുള്ളത്. പക്ഷെ രാഘവ മാഷനോട് പറഞ്ഞാൽ അതിനെങ്ങനെ സ്റ്റൈല് വരണം എന്നുള്ളതിനെ പറ്റിയൊക്കെ മാഷാണ് പറഞ്ഞിരുന്നത്. ആണ് നീലമേഘം എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് വരിക. പക്ഷെ മാഷ് പറയും അത് അവിടെ അങ്ങനെ അങ്ങനെ പോരാ, നീല അവിടെ ഒരു ഇങ്ങനെ നീട്ടി കൊടുക്കണം. നേരെ വെച്ച് നീലമേഘം. ഞാൻ എൻ്റെ ഈ പാട്ട് കേട്ടിട്ട് പലരും പാടി വെച്ചിട്ടുള്ളത് ഇങ്ങനെയാണ്: നീലമേഘം കോണ്ടലക്കൽ നീയനിക്കായി കെട്ടിയ നെല്ലിക്ക കണ്ടു ചൂരൽ വീശിയില്ലേ നമ്മുടെ മുല്ലാക്ക എന്നാണ് ചിലർക്ക് പാടി വെച്ചില്ല. യൂട്യൂബിലൊക്കെ നോക്കിയാൽ കാണാം. എൻ്റെ പാട്ടിനേക്കാൾ കൂടുതൽ മറ്റു പാട്ടുകളാണ് കിട്ടുക അതിനകത്ത് നോക്കിയാല്. അപ്പൊ ഇത് അങ്ങനെ മാഷ അത് പിന്നെ അതിന്റെ ഒരു മാഷ ചില പാട്ടുകളുണ്ട് നമുക്ക് മാപ്പിളപ്പാട്ടാണെന്ന് തോന്നാത്തതിന് എങ്ങനെ മാപ്പിളപ്പാട്ടാക്കി മാറ്റുന്നു. അപ്പൊ ഇങ്ങനെ ഒരു പാട്ടുണ്ട്, വളക്കി ലുക്കി, കാനേഷ് പുണ്ടൂരിന്റെ ഒരു പാട്ടാ. വളക്കി ലുക്കി വിളിച്ചതെന്തേ വഴിയിൽ നിന്ന് ചിരിച്ചതെന്തേ. ഇതൊന്നൊരു മാപ്പിളപ്പാട്ടുകാരന് പാടാനാവൂല. മയ്യണിഞ്ഞ കണ്ണുകളിൽ കവണ വെച്ച് കുലച്ചതെന്തേ. അതുപോലെ സ്വാഭാവികമായിട്ട് പോകുന്നു. പിന്നെ മാഷ ചെയ്യുന്ന പൂമിഴിയാളേ എൻ്റെ തേൻമൊഴിയാളേ എന്ന് പറയുമ്പോൾ പൂർണ്ണമായും മാപ്പിളപ്പാട്ടിലേക്ക് മാറിയത്. ഇങ്ങനെയുള്ള ടെക്നിക്സ് ആണ് അവര് ഇത് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ ആ ഒരു അന്തരീക്ഷം ഉണ്ടാകാൻ തന്നെ സഹായിച്ചത് മാഷ് തന്നെയാണ്. പിന്നെ ആദ്യകാലത്ത് തന്നെ പഠിപ്പിച്ചത് കൃഷ്ണദാസ് മാഷായിരുന്നു, വടകര കൃഷ്ണദാസ് മാഷ്. പക്ഷെ ആ കാലത്ത് കൃഷ്ണദാസ് മാഷ് മാപ്പിളപ്പാട്ട് രംഗത്തിലേക്ക് വന്നിട്ടില്ല. അതും വി എം കുട്ടി മാഷ് പിന്നീട് പിന്നെ കൃഷ്ണദാസ് മാഷ് മ്യൂസിക് ഡയറക്ടറെ പോലെ കുറെ പാട്ടുകളൊക്കെ ചെയ്യിച്ച് അങ്ങനെ കൊണ്ടുവന്നതാണ്. കൃഷ്ണദാസ് മാഷ് ആദ്യകാലത്ത് ലൈറ്റ് മ്യൂസിക് അച്ഛൻ്റെ ഒക്കെ പാട്ടുകൾ ഒക്കെ ചെയ്ത് നാടകത്തിനൊക്കെ വേണ്ടി ചെയ്യുന്ന ആളായിരുന്നു. പിന്നീട് മാപ്പിളപ്പാട്ടിലും ഒരു പ്രത്യേക ഐഡന്റിറ്റി അദ്ദേഹം ഉണ്ടാക്കുകയുണ്ടായി. ഈ ഒത്തുപള്ളിക്ക് ഒരു ശാസ്ത്രീയ പശ്ചാത്തലം ഇല്ലേ ഒത്തുപള്ളി പാട്ടിന്? അത് നമ്മള് അങ്ങനെ നോക്കുമ്പോ അതിനൊരു രാഗം എന്നൊക്കെ പറയുന്നതിന്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ എല്ലാവരും രാഗം നമ്മൾ യൂട്യൂബിൽ പോയി നോക്കിയാലോ കായലരികത്ത് എന്നുള്ള രാഗം എഴുതി വെച്ചിട്ടുണ്ടാവും. അതില് ആകെ 3 സ്വരമേ ഉള്ളൂ. അതിൻ്റെ അതെങ്ങനെ രാഗം വരികയെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പിന്നെ അത് നമ്മളൊരു മലയാളി ചെന്നെത്തിയിട്ടുള്ള ഒരു ആസ്വാദനത്തിൽ വന്നിട്ടുള്ള ഒരു വൈകല്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരു പാട്ടുണ്ടാവുന്നത് ആ സന്ദർഭത്തിന്റെ കഥാസന്ദർഭവും അതിനനുസരിച്ചുള്ള സാധനം. അതിൽ ഏത് രാഗമുള്ള ഇപ്പൊ ദക്ഷിണാമൂർത്തി സ്വാമി വലിയ ശാസ്ത്രീയ സംഗീതജ്ഞനാണ്. അദ്ദേഹത്തിനോട് ഒരു പ്രാവശ്യം ഈ കാവാല ശ്രീകുമാർ ദൂരദർശനിലൊരു അഭിമുഖത്തിൽ ചോദിക്കുന്നുണ്ട്, ഹരഹരപ്രിയയിലെ അങ്ങയുടെ ഈ ഒരു പാട്ടില് പിന്നെ അത് വല്ലാത്ത ചില പ്രയോഗങ്ങളൊക്കെ വന്നിട്ടുണ്ട്, സ്വാമിയുടേതായ പ്രയോഗങ്ങൾ. അപ്പൊ സ്വാമി ചിരിച്ചുകൊണ്ട് വരികയാണ്, ഓ അത് ഹരഹരപ്രിയായിരുന്നു എന്ന്. കാരണം അത് ഹരഹരപ്രിയായിട്ടല്ല. പിന്നെ വേറൊരിക്കൽ സ്വാമിയോട് ചോദിക്കണ്ട ഈ പാട്ടിന്റെ രാഗം ഏതാണ് സ്വാമി എന്ന് ചോദിക്കുന്നത്, സ്വാമി പറയുന്നത് അതിനാണ് സിനിമാ രാഗം എന്ന് പറയുക. ഇതാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഉത്തരം. കാരണം വെച്ചാൽ ഒരു രാഗം എടുത്തു വെച്ച് ചെയ്യുന്നതല്ല അവരാരും. അത് രാഗത്തിലേക്ക് ചിലപ്പോൾ കടക്കുന്നുണ്ടാവാം. പക്ഷെ പ്രധാനം എന്താണ്, കഥാപാത്രവും കഥാപാത്രത്തിന്റെ ജീവിത സംഘർഷങ്ങളും അവരുടെ വൈകാരികതയും ഒക്കെയാണ് ഇവർക്ക് ആവിഷ്കരിക്കാനുള്ളത്. പിന്നെ ഡയറക്ടർ പറഞ്ഞു കൊടുക്കുന്ന സന്ദർഭവും എങ്ങനെ ഇത് ആവിഷ്കരിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ ചേർന്നിട്ടാണ് ഒരു പാട്ടുണ്ടാവുന്നത്. പക്ഷെ നമ്മളത് രാഗത്തിന്റെ സ്വഭാവത്തിലേക്ക് മാറ്റുമ്പോഴാണ് ഈ രാഗത്തിന്റെ പ്രശ്നം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഇതിന് വേണമെങ്കിൽ ഒരു സിന്ധു ഭൈരവി റൂട്ടിൽ കൂടി പോകണമെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ സിന്ധു ഭൈരവി ആവില്ലല്ലോ. അത് സിന്ധു ഭൈരവിയാണ്. സിന്ധു ഭൈരവിന്റെ ഒരു ലക്ഷണങ്ങളും സിന്ധു ഭൈരവിന്റെ
അല്ല അതിപ്പോ ഞാൻ പറയാം ഇപ്പൊ ഓത്തുപള്ളി എന്നുള്ള പാട്ട് ശരിക്കും ഇപ്പൊ ഏത് റൂട്ടിൽ നമ്മൾ അത് വായിച്ചു നോക്കിയാലേ വേഗം മനസ്സിലാവും. ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം എന്ന് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ അതിനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യണമെന്ന് വിചാരിച്ചു. നീലമേഘം ഫിനിഷ് ചെയ്താൽ എന്താവും അത് സിന്ധുപേരി വായിപ്പോ. രാഘവ മാഷ് വേറെയും പാട്ടുകൾ ഈ സിന്ധുപേരി ടച്ചിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ യെരുശലേമിൻ നായകനെ എന്നു കാണും ആത്മാവിനൽ താരയിൽ എന്നു കാണും. അതും എന്തിൽ വെച്ച് കൊടുത്തു നോക്കി, എന്നു കാണും പറഞ്ഞാല് മാറിയില്ലേ. ഇനി വേറെ കവാലത്തിന്റെ ഒരു പാട്ട് മാഷ് ചെയ്തേനെ. കൊച്ചിയിലെ കൊച്ചമ്മേ പനം പൈങ്കിളിത്തമ്പാട്ടി പാട്ടറിയും നാടോടി പൂമടന്തേ വരകുറി കുറിവര കഴുത്തിലെ നിറയാരൻ കുറിവരയോ വാലിലെ അരുമരുമ കുറിവരയോ ചുണ്ടത്തോ ചുണ്ടത്തോ ചെമ്പഴുക്ക തേരേ മാണിക്ക ചെമ്പഴുക്ക എന്ന് പറയുമ്പോൾ അതിനെ പൂർണ്ണമായിട്ടും അതിന്റെ മറ്റുള്ള സംഗീതങ്ങളെല്ലാം ഒഴിവാക്കി ഒരു ഫോക്ക് സ്റ്റൈൽ, ഒരു കുറത്തിപ്പാട്ട് മാതിരിയായിട്ട് കൊണ്ടുവരികയാണ്. ഇനി അത് മാഷ് തന്നെ ഏത് ക്ലാസിക്കൽ സ്റ്റൈലും കൊണ്ടുവരുന്നുണ്ട്. ഇന്നലെ നീ ചൂടിയ മന്ദാരമലർക്കുടം കണ്ണന്റെ കയ്യിൽ ഞങ്ങൾ കണ്ടല്ലോ രാധേ. എന്തിനു സംഭ്രമം എന്തിനു ലജ്ജാഭാരം എന്തിനു സംഭ്രമം എന്തിനു ലജ്ജാഭാരം എന്തായാലും നിന്റെ സഖികളല്ലേ ഞങ്ങൾ സഖികളല്ലേ. അത് മാഷ് തന്നെയാണ്. അത് ബാലമുരളീശ്വരനോട് പാടുന്നത്. പൂജക്കെടുക്കാത്ത പൂക്കൾ എന്ന് പറഞ്ഞാൽ കണ്ണന്റെ കവിളിൽ നിൻ സിന്ദൂരത്തിലേക്ക് എത്തുന്ന ഒരു രാഗമാലിക പോലെ. അപ്പൊ അത് എന്താണോ നമ്മള് അപ്പൊ ജാഗത്തിൽ ഇതൊക്കെ ഉണ്ട്, പക്ഷെ എന്താണോ അതിൽ നമ്മള് ഊട്ടിയെടുക്കേണ്ടത്, ഏത് സംസ്കാരത്തിലേക്കാണ് അതിനെ കൊണ്ടുവന്നുള്ളതാണ് അവരാലോചിക്കുന്നത്. അത് ആലോചിക്കാണ്ട് നമ്മൾ മാപ്പിളപ്പാട്ടിനും തന്നെ വന്നിട്ടില്ല. മലയാള ഗാനശാഖയിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം വെച്ചാൽ മാപ്പിളപ്പാട്ട് എന്താണെന്ന് അറിഞ്ഞുകൂടാത്തവര് മാപ്പിളപ്പാട്ട് ഉത്തരേന്ത്യൻ ഖവാലിയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ട് ആ മലയാളത്തിൽ ഇതുപോലുള്ള പാട്ടുകൾ മുഴുവൻ ഖവാലി സ്റ്റൈലിലേക്ക് ഉണ്ടാക്കുന്ന ഒരു രീതി വന്നു. വാസ്തവത്തിൽ ഖവാലി എന്ന് പറയുന്നത് ഒരു സൂഫി സംഗീതത്തിന്റെ ഒരിതാണ്. അത് മലയാളമായിട്ട് യാതൊരു ബന്ധമില്ല. മലയാളം എന്ന് പറഞ്ഞാൽ വടക്കേ മലബാറിലെ മാപ്പിളപ്പാട്ട് എന്ന് പറഞ്ഞാൽ വടക്കേ മലബാറിലെ മാപ്പിളപ്പാരുടെ പാട്ട് തന്നെയാണ്. അതിന്റെ ഒരു പാരമ്പര്യം എന്നുള്ള പ്രയോഗം പോലും മുസ്ലിംസിന് പ്രയോഗിക്കുന്ന വടക്കേ മലബാറില. തെക്കോട്ട് പോയാലും മുസ്ലിം അല്ല, ഇവർക്കുണ്ട്, ക്രിസ്ത്യൻസിനുണ്ട്. വർഗീസ് മാപ്പിള, പിന്നെ മാപ്പിള എന്നെല്ലാം പറയുന്ന ക്രിസ്ത്യൻസ് അല്ലേ. അപ്പൊ അത് ഇവിടുത്തെ നിന്നുണ്ടായ ഒരു പാട്ടുശാഖ തന്നെയാണ്, വടക്കേ മലബാറിൽ നിന്നുണ്ടായ ഒരു പാട്ടുശാഖ തന്നെയാണ്. മുഹീദ്ദീൻ മാലയൊക്കെ ആയിട്ട് അങ്ങനെ വരുന്ന ഒരു രീതി. കണ്ടിട്ട് ആദ്യത്തെ പാട്ട് നമ്മൾ പറയുന്നത് അതിനെ നോട്ടിച്ചിലാണ് കൊല്ലത്തെ പഴക്കല്ലുള്ളൂ അതിന്. പക്ഷെ അതും രണ്ട് വാദഗതികൾ ബാലകൃഷ്ണൻ വള്ളിക്കുന്ന് മാസ്റ്റർ പുസ്തകത്തിലൊക്കെ പറയുന്നത് വെച്ചാൽ ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നാടോടി പാട്ടാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്ന് പറയുന്ന ആളുകളുണ്ട്. കാരണം നാടോടി പാട്ടാണെങ്കിൽ അതിങ്ങനെ ഒരാൾ എഴുതിയെന്ന് പറയില്ലല്ലോ. ഈ മാപ്പിളപ്പാട്ടിന് സ്ഥിരം ശൈലി ഉണ്ടല്ലോ, ഏകദേശം ഇന്ന ശൈലിയിലാണ്. ഇശലുകൾ നമ്മൾ രാഗം എന്നൊക്കെ പറയുന്ന പോലെ അത് താളബദ്ധമായിട്ടാണ് അത് കിടക്കുന്നത്. കുറേ ഇശലുകളുണ്ട് അതിന്. ഇപ്പോ ഓത്തുപള്ളി എന്നുള്ള പാട്ട് തന്നെ PT അബ്ദുറഹ്മാൻ എഴുതുന്നത് ഇപ്പോ താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ എന്നല്ലേ PT അബ്ദുറഹ്മാൻ എഴുതിയ ഓത്തുപള്ളി നോക്കിയ ഓത്തുപള്ളിയിലന്ന് നമ്മൾ പോയിരുന്ന കാലം ഓർത്തു കണ്ണീർ വാർത്തു നിൽക്കയാണ് നീലമേഘം. റെഡിയല്ലേ? അതിന് രാഘവമാഷ് അതേ താളം നിലനിർത്തിക്കൊണ്ട് ആ സംസ്കാരത്തിൽ ഓത്തുപള്ളിയിൽ എന്നാക്കി മാറ്റുന്നത്.
മാഷക്ക് അറിയാം ഇതിന്റെ ഇഷ്ടമില്ല കിടക്കുന്നത്. പിന്നീട് താളം മാറ്റിക്കൊണ്ട് പിന്നീട് അടുത്ത കാലത്ത് ക്യാപ്റ്റൻ എന്ന് പറഞ്ഞ സിനിമയ്ക്കകത്ത് അത് എഴുതിയ ആള് തന്നെ പറഞ്ഞത് പാട്ട് പെട്ടിയിലന്ന് നമ്മള് എന്ന് പറഞ്ഞൊരു പാട്ട് വന്നല്ലോ, എം ജയേന്ദ്രൻ പാടി, പി ജയേന്ദ്രൻ പാടിയ പാട്ട്. അപ്പൊ ആ പാട്ട് ഇതുപോലെ അതിൽ നിന്ന് തന്നെ അതേ ഒരു സ്റ്റൈലിൽ ചെയ്യാൻ, പക്ഷെ താളം മാറ്റിയിട്ടാണ് ചെയ്തത്. ഇപ്പോ മ്യൂസിക് ഡയറക്ടർമാരുടെ ഒരു കഴിവ് എന്ന് പറയുന്നത് അതാണ്. കാരണം അവർ ആ ശൈലിയിൽ നിന്ന് അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ അതിനെ മാറ്റുന്നു എന്നുള്ള, അതിന്റെ അടിത്തറ നിലനിർത്തിക്കൊണ്ട് അതിന് ഒരു ബിൽഡിങ്ങിന്റെ ഭംഗി എത്ര ആർക്കിടെക്ചർ ഇതുണ്ടായാലും അതിന്റെ അടിസ്ഥാനം എഞ്ചിനീയറിംഗ് തന്നെയായിരിക്കുമല്ലോ, അതിന്റെ ശാസ്ത്രം തന്നെയായിരിക്കുമല്ലോ. ബാക്കിയെല്ലാം അതിന്റെ ബ്യൂട്ടി ഉണ്ടാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാവില്ലേ. അതുപോലെ ഇപ്പൊ ഈ പൊന്നരിവാളമ്പിളിയിൽ കണ്ണറിയുന്നോളെ എന്നുള്ള ONV പാട്ടുണ്ടല്ലോ, അത് ONV പറയുന്നുണ്ട്. അത് KPSC നാടകഗാനങ്ങൾ എന്ന് പറഞ്ഞ പുസ്തകത്തിൽ, പ്രഭാത് ബുക്കോസിന്റെ പുസ്തകത്തിന്റെ ആമുഖത്തില്, പിന്നെ അതിന്റെ അവതാരികയായിട്ട് ONV എഴുതിയതിൽ പറയുന്നുണ്ട്. എന്താ വെച്ചാൽ ഈ പൊന്നരിവാളമ്പിളിയിൽ നിന്ന് പാട്ടുണ്ടാക്കാനുള്ള സാഹചര്യങ്ങൾ വേറെ, അത് പാടി കേൾപ്പിക്കുന്ന AK മുമ്പിൽ പാടിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വേറെ കാര്യം. അല്ലാതെ ഈ കുറത്തിമട്ട് എന്ന് പറഞ്ഞിട്ടൊരു മാപ്പിളപ്പാട്ടിന്റെ ഇഷല് ഉണ്ടായിട്ടുള്ള ഒരു പാട്ടാണ് ഞാൻ ഇങ്ങനെ ആക്കിയതെന്ന് പറയുന്നത്. അതായത് പിന്നെ പൊന്നരിവാളമ്പിളിയിൽ കണ്ണെറിയുന്നോളെ ആ മരത്തിൻ പൂന്തണലിൽ വാടി നിൽക്കുന്നോളെ, കൃത്യല്ലേ? അപ്പോ അത് ONV അല്ല ദേവരാജൻ എന്ത് ചെയ്യുന്നു, പൊന്നരിവാളമ്പിളിയിൽ ഒട്ടൊരു ഛായ ഇല്ലാതെയാണ് ചെയ്യുന്നത്. താളം മാറ്റിക്കളഞ്ഞു, തക്കിട്ട് മറ്റേത് മിശ്രത്തിലാണ് വരിക, 7/8 വരിക, ഇത് 6/8 അപ്പൊ അതവരെ സാമർഥ്യം. ഇപ്പൊ ഈ താമരപ്പൂങ്കാവനത്തിൽ നിന്നുള്ള പാട്ടിൽ തന്നെ അതിന്റെ 7/8 അതിന്റെ ഇശല് കിടക്കുന്നത്. താമരപ്പൂങ്കാവനത്തിൽ എന്നുള്ളത് തക്കിട്ടത്തക്കദ്യമി അങ്ങനെ. അത് KT മുഹമ്മദ് പിന്നെ ഭൂമി നാടകത്തിന് വേണ്ടിയിട്ട് 2 വരി എടുത്തിട്ട് ബാക്കി അതാണ് സിനിമയിൽ പിന്നെ എടുക്കുന്നത്. അതിലെങ്ങനെ വരുന്നത്, താമരപ്പൂങ്കാവനത്തിൽ തക്കിട്ടല്ലേ, താമസിക്കുന്നോളെ എന്നാണ് അത്. രാഘവ മാഷ് ബാല്യകാലസഖിക്ക് വേണ്ടിയിട്ട്, പ്രമോദ് പയ്യന്നൂരിന്റെ ബാല്യകാലസഖിക്ക് വേണ്ടി ചെയ്തെങ്ങനെ, താമരപ്പൂങ്കാവനത്തിൽ താമസിക്കുന്നോളെ, ചതുരശ്രത്തിലാ തക്കതിമില പോന്ന. ഒരേ വരികൾക്ക് തന്നെ 3 താളത്തിലേക്ക് പോകുമ്പോൾ ഒരു ചേർച്ചക്കുറവില്ലാണ്ട് അവർ ചെയ്യുന്നു. ഒന്ന് ഏടി അടിച്ചു നിൽക്കുന്നില്ല, ഒരു പദങ്ങൾ അടിച്ചു നിൽക്കുന്നില്ല, വാക്കുകൾ വല്ലാതെ ചൂട്ടിയ പോലെ തോന്നുന്നില്ല, നീട്ടലും കുറുക്കലും കൊണ്ട് അഡ്ജസ്റ്റ്മെന്റ് ഇല്ല, ഒന്നുമില്ല. എല്ലാവരും ഇഷ്ടപ്പെട്ട ഏറ്റവും നല്ല ഒരു മാപ്പിളപ്പാട്ട് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ മാപ്പിളപ്പാട്ട് പെട്ടെന്ന് പറഞ്ഞാൽ? അല്ല, എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് എന്ന് പറയുന്നത് എപ്പോഴും ഗൾഫ് പ്രോഗ്രാമിലൊക്കെ പോകുമ്പോഴേക്കും അങ്ങനെ പാട്ടുകൾ പാടിയിട്ടുണ്ടാവുമല്ലോ. ഓത്തുപള്ളി മാത്രമേ പാടാറുള്ളൂ. അങ്ങനെ ഒരു വേറെ മാപ്പിളപ്പാട്ടിന്റെ പരിപാടിയിലായിട്ട് ഞാൻ പങ്കെടുത്തിട്ടുള്ളൂ. ഓത്തുപള്ളി എന്നുള്ള പാട്ട് പാടും, നിർബന്ധമായിട്ടും പാടാം. അതിപ്പോ ഞാൻ ഉദ്ഘാടനം ചെയ്യാൻ പോയാലും അധ്യക്ഷൻ വഹിച്ചാലും സ്വാഗതം പറഞ്ഞാലും എല്ലാം പാടേണ്ടി വരും. അല്ലാതെ അങ്ങനെ ഗൾഫിലൊക്കെ പോകുമ്പോഴൊക്കെ ഈ ഒരു പാട്ടിന്റെ പേര് തന്നെയാണ് വിളിക്കുന്നത്. അതുകൊണ്ട് വേറെ പാട്ടുകളൊന്നും ഞാൻ അങ്ങനെ അധികം പിന്നെ എനിക്ക് അറിഞ്ഞും കൂടെ അങ്ങനെ ഞാൻ ഈ ജഡ്ജസ് ആയിട്ടിരിക്കുമ്പോ ഒക്കെ കേട്ടിട്ടുണ്ടെന്നല്ലാതെ അങ്ങനെ ഒരു ആകർഷണീയമായ അങ്ങനെ ആകർഷിക്കുന്ന ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ രചന കൊണ്ടും അതിന്റെ ആലാപനം കൊണ്ടും ഒക്കെ ആകർഷിക്കുന്ന ഒരു പാട്ട് കായലരികത്ത് തന്നെയാണ്. കാരണം അതില് ഭാസ്കര മാഷ് കാണിക്കുന്ന ഭയങ്കര കൗശലമുണ്ട്. പിന്നെ രചനയിൽ കാണിക്കുന്ന, കാരണം ആ ഒരു സംസ്കാരത്തിൽ വരുന്ന അതിന്റെ വ്യാകരണപരമായിട്ടുള്ള കാര്യങ്ങൾ. ഇപ്പോ പ്രാസഭംഗി എന്നൊക്കെ പറയുന്ന പമ്പഴും നിന്റെ പുരികക്കൊടിയുടെ അമ്പുകൊണ്ട് ഞരമ്പുകൾ കമ്പൊടിഞ്ഞൊരു ശീലക്കുടയുടെ കമ്പി പോലെ, നമ്പാന്നുള്ള അക്ഷരം വരുന്നത്, ടാന്നുള്ള അക്ഷരം വരുന്നത്, കുടവുമായി പുഴ കടവിൽ വന്നെന്നെ തടവിലാക്കിയ പൈങ്കിളി ഒടുവിലി എന്നെ സങ്കടപ്പുഴ നടുവിലാക്കരുതിക്കളി, റാന്നുള്ള അക്ഷരം ചേറിൽ നിന്ന് വളർന്നു പൊന്തിയ ഹൂറി നിന്നുടെ കയ്യിനാൽ നെയ് ചോറ് വെച്ചത് തിന്നുവാൻ കൊതി ഏറെ നെഞ്ചിനാൽ. ഇതൊക്കെ നമുക്ക് സങ്കല്പിക്കാൻ കൂടി പറ്റാത്ത രീതിയിലുള്ള രചനാഭംഗിയുണ്ട്. ഭാഷയിലുള്ള അതീശത്വമാണത്. പിന്നെ സംശയം എന്താ, ഭാസ്കര മാഷ ജന്മശതാബ്ദി വർഷമാണിത്. ഈ ഏപ്രിലോട് കൂടി അത് കഴിയും. മാഷ സ്മരിക്കാണ്ട് ഒരു ദിവസം പോലും ഒരു പാട്ടുകാരനും പിന്നെ നിൽക്കാൻ പറ്റില്ല. അത്രയും വലിയ ഭാഷ. കായലരികത്ത് എന്ന് വെച്ചാൽ അത് നമ്മളെ ആ പാട്ടിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാല് അത് ഒരു സിമ്പിൾ പാട്ടല്ല, അതൊരു വലിയ ടഫായിട്ടുള്ള പാട്ടാ. അതെന്തുകൊണ്ടാണെന്നറിയാം,
ഒരേ സ്ഥലത്താ പാടുന്ന മേലെ, നമുക്ക് താഴോട്ട് വരുന്നില്ല. പിന്നെ ഏറ്റക്കുറച്ചിലുകളൊന്നുമില്ല. കായലരികത്ത് വലയെറിഞ്ഞപ്പോ വളകിലു കിയ സുന്ദരി പെണ്ണ് കെട്ടിനു കുറിയെടുക്കുമ്പോൾ ഒരു നറുക്കിനു ചേർക്കണേ കണ്ണിനാലുണ്ടോ, ഒരേ സ്ഥലത്താണത് അത് നമ്മള് തളർന്നു പോകും. കണ്ണിനാലെന്റെ കരളിനുരുളിയിൽ എണ്ണ കാച്ചിയ നൊമ്പരം കൽബിലറിഞ്ഞപ്പോൾ ഇന്ന് ഞമ്മൾ കയറ് പൊട്ടിയ പമ്പരം. മാഷ് തന്നെ ഈ പാട്ട്, പിന്നെ മാഷ് അതിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടല്ല, അതൊക്കെ അതൊക്കെ അറിയുന്നതാ. മാഷല്ല, അത് കൊച്ചിൻ അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞിട്ട് ആളാണ് അത് പാടേണ്ടിയിരുന്നത്. പക്ഷെ ഇത് റിഹേഴ്സൽ കണ്ടപ്പം പരീക്കുട്ടി മുതലാളി പറഞ്ഞത്ര അത് മാഷ് പാടിയാൽ മതി, അയാൾക്ക് പ്രതിഫലമായിട്ട് എന്തെങ്കിലും കൊടുത്ത് വിട്ടാൽ മതി, മാഷ് പാടിയില്ലെങ്കിൽ ആ പാട്ട് വിജയിക്കൂല, മാഷ് പാടിയാൽ ആ പാട്ട് കാലാകാലം എടുക്കുന്നു ഈ മുതലാളി പറയാണത്രേ. അങ്ങനെ രാത്രി 1 മണിക്ക് അങ്ങനെ മാഷ് ഈ പാട്ട് പാടുന്ന നീലക്കുയിലിന് വേണ്ടി പാടുന്നെന്ന് മാഷ് പല ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം അത് മാഷ് പാടുന്നതിൻ്റെ ഒരു സവിശേഷത കൂടി ഉണ്ടായി. അതാണ് പാട്ടുകാരൻ കൊടുക്കുന്ന ഒരു ഇപ്പൊ എറഞ്ഞോളി മൂസേന്റെ പാട്ട്, അല്ലെങ്കിൽ ഇയ്യൻകുട്ടീന്റെ പാട്ട്, അല്ലെങ്കിൽ ബീർ മുഹമ്മദിന്റെ പാട്ട്, അങ്ങനെ ഓരോരുത്തരെ പാട്ടുകാരെന്ന് വിശേഷിപ്പിക്കുന്ന. അതിൽ എനിക്ക് തോന്നുന്നത് സ്ത്രീ ശബ്ദങ്ങളിൽ പ്രധാനപ്പെട്ട 1-2 ശബ്ദം എന്ന് പറയുന്നത്, ഒന്ന് വെളയിൽ വത്സല, അതുകൊണ്ട് ഫസീല എന്ന് പറയുന്നത്, പിന്നെ പ്രധാനപ്പെട്ട ഒരു പാട്ടുകാരായിരുന്നു ബീയുടെ മരിച്ചുപോയ നമ്മളെ പിന്നെ റംല ബീഗം. അതൊക്കെ ഒരു പ്രധാനപ്പെട്ട സ്ത്രീ ശബ്ദങ്ങളായിരുന്നു. ഹരിപ്പാട് ഗോപിപിള്ള സാറ് മ്യൂസിക് ചെയ്ത പാട്ട് മാതളത്തെണ്ണ, അത് വലിയ പ്രസിദ്ധമായ പാട്ടാണ്. ആളുകൾ വീണ്ടും വീണ്ടും പാടുന്നു, അത് ഇപ്പോഴും ഇഷ്ടപ്പെടുന്നു. അതിന്റെ ഒരു അനുഭവം എങ്ങനെയാണ്? അത് ശരിക്കും നാടൻ പാട്ട് ശൈലിയാണ് അല്ലേ? അത് ഒരു ട്രൈബൽ സബ്ജക്റ്റ് അല്ലേ, ആ പടത്തിന്റെ സബ്ജക്റ്റ് ഒരു ട്രൈബൽ സബ്ജക്റ്റ് ആണല്ലോ. അതിന്റെ ആ രീതിയിൽ മാഷത് ഞാനാണ് പാടുന്നത് നേരത്തെ നിശ്ചയിച്ചായതുകൊണ്ട് മാഷ് എനിക്ക് പറ്റാവുന്ന ഒരു ശൈലിയിൽ കൂടിയാണ് അത് ഉണ്ടാക്കിയിട്ടുള്ളത്. അത് അതിന്റെ പിന്നിലും ചില കഥകളൊക്കെ ഉണ്ടായിരുന്നു, എന്നെ ഔട്ടാക്കാൻ വേണ്ടി നോക്കിയ കഥകളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പിന്നെ ഞാൻ പലപ്പോഴും എഴുതുകയും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അത് അതിന്റെ ഡയറക്ടറൊക്കെ അത് യേശുദാസ് പാടണമെന്നുള്ള അവരെ ആഗ്രഹം കൊണ്ട് ജീവിതാഭിലാഷങ്ങളാണല്ലോ ഇവരൊക്കെ. അപ്പം പിന്നെ പ്രൊഡ്യൂസറാണ് എന്റെ പക്ഷത്ത് നിന്നത്. സാധാരണ പ്രൊഡ്യൂസർമാരല്ലേ, പ്രൊഡ്യൂസർ ബാലേട്ടൻ, കുറ്റിയിൽ ബാലൻ എന്ന് പറയും, അപ്പോഴാണ് എൻ്റെ കൂടെ അത് എഴുതുന്ന പാട്ടില്ലെങ്കിൽ മുരളീനെ കൊണ്ടത് പാടിക്കാൻ വയ്യെങ്കിൽ ഡയറക്ടറോട് പറഞ്ഞ് നിങ്ങൾക്കും പോകാമെന്ന് പറഞ്ഞു. ശക്തമായ നിലപാടെടുത്തു. ഞാൻ പറയുന്ന ഒരാളുടെ പാട്ട് കൊണ്ടല്ലേ എന്നെ മുഴുവൻ ഈ സിനിമ മുഴുവൻ ഏൽപ്പിക്കാമെങ്കിൽ ഒരു പാട്ടുകാരനെ വെച്ചൂടെങ്കിൽ പിന്നെ എനിക്ക് നിന്നോടുള്ള വിശ്വാസം കൊണ്ടല്ല, അതുപോലെ എനിക്കും വിശ്വാസം ഉണ്ടെന്ന്. പക്ഷെ ആ പാട്ട് നിന്നില്ലേ, ആ പാട്ട് ഇപ്പോഴും നിൽക്കുന്നില്ല. ഇതിന്റെ തന്നെ ഇപ്പൊ ഒത്തുപള്ളി തന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു 2028 വന്നാൽ 50 വർഷമായി. 1978 അത് റെക്കോർഡ് ചെയ്ത്. ഇപ്പൊ ഇതിപ്പോ 25 3 കൊല്ലം കൂടി ആയാൽ 50 വർഷമായി. അതത്ര, അതും 40 കൊല്ലമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. മാതളത്തേനുണ്ണാൻ പാറി പറന്നു വന്ന മാണിക്യക്കുയിലാളേ, നീ എവിടെ, നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ, കുന്നിമണിമാലയിട്ട് നിൽക്കുമ്പം നിന്നഴക് പൊന്നിനില്ല പൂവിനില്ല, പുന്നാരമോതും നിൻ മൊഴി മധുരം, നിൻമുളം കുഴലിലെ തേനിനില്ല, മാതളത്തേനുണ്ണാൻ പാറി പറന്നു വന്ന മാണിക്യക്കുയിലാളേ, നീ എവിടെ, നിന്റെ കൂടെവിടെ, നീ പാടും പൂമരമെവിടെ. പിന്നെ MB ശ്രീനിവാസന്റെ ഒരു പാട്ടുണ്ടായിരുന്നു, പൊന്നരളി പൂവൊന്ന് മുടിയിൽ ചൂടിയിരുന്നുണ്ട്. അതും ഒരു ഫോക്ക് സ്റ്റൈൽ തന്നെയാണ്. പൊന്നരളി പൂവൊന്നു മുടിയിൽ ചൂടി, കന്നിനില കസവുളി പുടവ ചുറ്റി,
കുന്നത്തെ കാവിൽ വിളക്കു കാണാൻ വന്നോരുൾനാടൻ പെൺകിടാവേ, എന്റെ ഉള്ളിൽ മയങ്ങുന്ന മാൻകിടാവേ. അത് കത്തി എന്ന് പറഞ്ഞ പുനത്തിലിന്റെ കഥയുടെ ആസ്പദാക്കിന്റെ പള്ളിക്കര VP സംവിധാനം ചെയ്തൊരു പടമായിരുന്നു. എഴുതിയത് ഈ മാതളത്തേന്മാനും പൊന്നരളിയും എഴുതിയത് ONV ആണ്. ഈ പാട്ടിന് വേറൊരു പശ്ചാത്തലം കൂടി അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. ഒരു ചെറിയ വിവാദം ഉണ്ടായല്ലോ. മോഹൻലാൽ വന്നിട്ട് വേദിയിൽ പറയുന്നു, ഇത് ഞാൻ പാടിയതാണ്. അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് എന്റെ ഒരു സങ്കടമാണ് ഞാൻ പറഞ്ഞത്. കാരണം അയാൾ മോഹൻലാൽ പറഞ്ഞത് ചിത്രത്തിൽ പാടി എന്നുള്ള നിലയ്ക്ക് തന്നെയാണോ അതോ എനിക്ക് കേട്ടാൽ അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ തോന്നുള്ളൂ, കാരണം ഒറ്റ സമയം കൊണ്ട് ഒരു പറഞ്ഞു കഴിയുമ്പോഴേക്ക് ആ പാട്ട് യൂട്യൂബിൽ ചെയ്ത് നോക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകളാണ് കണ്ടിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഉദ്ദേശിച്ചതല്ല അവിടെ പ്രധാനം. അദ്ദേഹം എന്തുകൊണ്ട് എന്റെ പേര് പറഞ്ഞില്ല എന്നുള്ളതാണ് എന്റെ പ്രശ്നം. അദ്ദേഹം ചിലപ്പോൾ ഉദ്ദേശിച്ചത് ഞാൻ ആ സീനിൽ അഭിനയിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ. പക്ഷെ ഞാൻ ആലോചിച്ചത് അദ്ദേഹത്തിനെ പോലെ എത്ര വലിയൊരു ലോകോത്തരനായ അറിയപ്പെടുന്ന ഒരു നടൻ അവിടെ എന്റെ പേര് പരാമർശിച്ചാൽ അത് എനിക്കെത്ര സന്തോഷം ഉണ്ടാകുമായിരുന്നു എന്ന് അദ്ദേഹം ആലോചിച്ചില്ല എന്നുള്ളതാണ് എന്റെ വിഷയം. ഞാനിപ്പോ നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ഞാൻ എത്ര പേരുടെ പേര് പറഞ്ഞു. എന്തിനാ പറയുന്നതൊന്നും പറയാതെ ഇരിക്കാലോ വേണമെങ്കിൽ. പക്ഷെ അവരൊക്കെ കൂടിയാണല്ലോ ഞാൻ, അല്ലേ? അപ്പോ അത് പറയുന്നതിന് എനിക്കെന്താ പ്രശ്നം? VT മുരളി എന്നുള്ളൊരു പേര് പറഞ്ഞുകൊണ്ട് മോഹൻലാലിന് എന്തെങ്കിലും നഷ്ടപ്പെടാൻ പോകുന്നില്ലല്ലോ, ഇല്ലല്ലോ. അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഈയിടെ മരിച്ചുപോയ നമ്മളെ P ജയചന്ദ്രനൊക്കെ എത്രയോ വലിയ മഹത്വം എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ മഹത്വമുള്ള ആളാണ്. എന്താ അറിയോ, അദ്ദേഹം ഒരു പരിപാടി ആരംഭിക്കുമ്പോൾ പറയാണ്, പിന്നെ ജോൺ ബ്രിട്ടാസിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് VT മുരളി എന്ന് പറഞ്ഞ ആൾ അറിയാവോ എന്ന്. അറിയാം, അയാളൊരു പാട്ടുണ്ട്, ഞാൻ അത് പാടി തുടങ്ങട്ടെ എന്ന്. മൂപ്പരുമായിട്ടുള്ളൊരു ഇന്റർവ്യൂവിൽ JB ജംഗ്ഷൻ എന്ന് പറയുന്ന ഇന്റർവ്യൂവിൽ ഒരു പാട്ട് പാടി തുടങ്ങാന്ന് പറഞ്ഞപ്പോൾ ജോൺ ബ്രിട്ടാസ് പറയുമ്പോൾ അങ്ങോട്ട് ചോദിക്കുന്ന VT മുരളിന്റെ പാട്ട് പാടി തുടങ്ങിയാലോ എന്ന്. അതാര് പറയും? അപ്പോ എന്നിട്ടാണ് ഒരു വിഷു പാട്ടിന്റെ എന്ന് പറഞ്ഞ രാഘവ മാഷ ഒരു പാട്ടുണ്ട് ആകാശവാണിക്ക് വേണ്ടി ചൊവ്വലൂർ എഴുതിയൊരു പാട്ട്. പിന്നെ ഒരു ബോംബെയിലെ ഷൺമുഖത ഞാൻ പാടിത്തരാം. ബോംബെയിലെ ഷൺമുഖാന്റെ ഹാളില് ജയേട്ടന്റെ ഒരു പ്രോഗ്രാം നടക്കുന്നു. ഞാൻ ഇങ്ങനെ വരുമ്പോൾ എന്നെ ഒരാൾ പെട്ടെന്ന് വിളിച്ചിട്ട് ഞാനിങ്ങനെ ഷൺമുഖാന്റെ ഹാളിൽ ഇപ്പൊ മുരളിയെ പറ്റിയാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രേറ്റ്, എനിക്ക് ഒരിക്കലും സങ്കല്പിക്കാൻ പോലും ഞാൻ പോലും അങ്ങനെയാവുമെന്ന് എനിക്ക് സംശയം. അത്രയും വലിയൊരാളല്ലേ. അതുപോലെ ഒരു പരാമർശം, ഇത് ഇന്ന സിനിമയിൽ ഞാൻ അഭിനയിക്കുന്നത്, ഇന്ന ആൾ പാട്ട്, ഇന്നയൊക്കെ അറിഞ്ഞുകൂടാണ്ടൊന്നുമല്ല. ഒരുമിച്ച് പരിചയപ്പെട്ടിട്ടുണ്ട്. അയാൾ വലിയ പ്രശസ്തനാവുന്നതിൻ്റെ മുമ്പേ തന്നെ ഞാൻ നേരിട്ട് പരിചയപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഈ പാട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാൽ ആരും തിരിച്ചറിയാതിരുന്ന കാലത്താണ് ഈ പിന്നെ വേണോട്ടൻ്റെ കൂടി നിൽക്കുന്നത്, നമ്മൾ KTCയിലെ വേണോട്ടൻ്റെ കൂടി നിൽക്കുന്നു. അപ്പോൾ വേണോട്ട് എന്നെ പരിചയപ്പെടുത്തുന്നു. ഞാനന്ന് നിരന്തരം ഈ കോഴിക്കോട് പോയിട്ട് വരുന്ന കാലമായിരുന്നു. അപ്പോൾ എന്നെ പരിചയപ്പെടുന്നു, എനിക്കറിയാലോ. അപ്പോൾ എന്നെ പരിചയപ്പെടുത്തി. അപ്പോൾ അയ്യോ വളരെ സന്തോഷം, മാതളത്തിന് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പാട്ടാണ് അങ്ങനെ എന്ന് പറഞ്ഞൊരാൾ. പിന്നെ അല്ലെങ്കിൽ ഞാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യണം അങ്ങോട്ട്. അപ്പോൾ മോഹൻലാൽ മറന്നുപോയതായിരിക്കോ? അല്ല, അങ്ങനെ ആവാം. പക്ഷെ ഞാൻ പറയുന്ന ഓർമ്മിക്കണം എന്നാ പറയുന്നത്. ഒരാൾക്കൊരു ഉപകാരം ചെയ്യുന്ന ഒരു വാക്കുകൊണ്ടൊരു ഉപകാരം ചെയ്യുന്നതിന് എന്താ അയാൾ മറന്നുപോയെന്നതിൽ അയാളൊരു പക പോലെ എടുത്തു. അത് പിന്നെ പിന്നീട് എന്നുള്ളതിന് ഏറ്റവും വലിയ 2 എപ്പിസോഡ് കഴിഞ്ഞപ്പോൾ അയാൾ അതിനൊരു ഇത് പറഞ്ഞു, പിന്നെ അങ്ങനെ ആരെങ്കിലും തെറ്റിദ്ധരിച്ചു അന്നേരവും പറയുന്നില്ല. അപ്പൊ അത് അതിനകത്ത് പിന്നെ അവിടെ മറച്ചൊക്കെ ഇത് ഇന്നയാൾ പാടിയതാണ്, ഞാനത് വിട്ടുപോയതാണ് എന്ന് വളരെ സത്യസന്ധമായിട്ട്. അയാൾ വലിയ ഓഷോ കൃതിന്റെ എല്ലാം ബാക്കിലൊക്കെ ഇയാളെ പറ്റി വലിയ തത്വശാസ്ത്രത്തിന്റെ എല്ലാം പറയുന്നില്ല, ഓഷോ പുസ്തകങ്ങളുടെ എല്ലാം ബാക്ക് കവർ ഇയാൾ അഭിപ്രായമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും വലിയ ദാർശനികനാണെങ്കിൽ ഇങ്ങനെ ചില സവിശേഷതകൾ കൂടി വേണ്ടേ? അതിനുശേഷം പിന്നെ മോഹൻലാൽ ബന്ധപ്പെട്ടൊന്നുമില്ല അല്ലെ? ആ വിവാദം ഉണ്ടായതിനു ശേഷം ഇല്ല. അത് പിന്നെ മോഹൻലാൽ ആരാധകന്മാർ ഒരുപാട്, എനിക്കത്ര ആരാധകന്മാരില്ലല്ലോ. ഇപ്പൊ മോഹൻലാൽ ആരാധകന്മാർ ഭയങ്കര ചീത്തവിളിയും ബഹളമൊക്കെ ഉണ്ട്. ഞാൻ അതിനൊന്നും റിപ്ലൈ ഒന്നും ചെയ്യാൻ പോയില്ല. ഞാൻ എനിക്ക് ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ, അദ്ദേഹം ആ പാട്ട് പാടിയത് ഞാനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പിന്നെ എനിക്ക് നാളെ അപ്പൊ ഈ മലയാള സിനിമയിൽ അപ്പോൾ ഇടയ്ക്ക് കളിയൊന്നുമില്ലല്ലോ. പക്ഷെ എനിക്കുണ്ടാവുന്ന ഒരു സന്തോഷം, എന്റെ അനുവാചകർക്ക് ഉണ്ടാവുന്ന ഒരു സന്തോഷം, അത്രേ ഉദ്ദേശിച്ചുള്ളൂ. P ജയേന്ദ്രൻ ഉണ്ടായിരുന്ന ഒരു മഹത്വം ഇവിടെ ഉറപ്പല്ലേ. ജയേട്ടൻ എന്ന് പറഞ്ഞാൽ എനിക്ക് ആരാധിക്കും ഞാൻ. ആ മഹത്വം അതിനേക്കാൾ കൂടുതൽ അറിയപ്പെടുന്ന മോഹൻലാലിന് പ്രതീക്ഷിക്കാൻ പറ്റിയില്ല എന്നാണോ?
അതെ, മോഹൻലാൽ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ എന്ന് ഞാൻ പറയുന്നല്ലോ. നിങ്ങൾ പറഞ്ഞ പോലെ ഇപ്പോൾ അയാൾ ആ സമയത്ത് ഓർമ്മിക്കാത്തതുകൊണ്ടോ എന്തോ, പക്ഷെ ഞാനത് പ്രതീക്ഷിച്ചു പോയതുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അടുത്ത എന്റെ പേര് പറയും ഞാൻ വിചാരിക്കുന്നതുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു മമ്മൂട്ടിയാണെങ്കിൽ പറയുമായിരുന്നു. കാരണം മമ്മൂട്ടി ഈ ഒത്തുപള്ളി എന്നുള്ള പാട്ടൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടം. അദ്ദേഹം എന്നോട് പ്രമോദ് പയ്യന്നൂർ പറഞ്ഞിട്ടുണ്ട്, ഈ യൂട്യൂബിൽ ഇങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ഒരുപാട് ആള് ഒത്തുപള്ളി പാടിയിട്ടുണ്ടല്ലോ. അപ്പൊ ഒരൊറ്റ ആള് പ്രമോദിന് ചിലപ്പോൾ എന്റെ ശബ്ദത്തോട് സാമ്യമുള്ള ശബ്ദം ഇത് മുരളിയേട്ടനാണെന്ന് പറയുമ്പോൾ മമ്മൂട്ടി പറയത്തില്ല, നേരെ അതല്ല, കറക്റ്റ് ഞാൻ പാടിയ പാട്ട് കിട്ടിയപ്പോൾ ഇതാണ് വീട്ടി മുരളി എന്ന് പറഞ്ഞത്ര. അതുപോലെ ഒരു ഈ ബാല്യകാല സഖീന്റെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ, കൽക്കട്ടയിലെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ, ഞാൻ കൽക്കട്ടയിൽ ഉണ്ടായിരുന്നു ആ സമയത്ത്. കൽക്കട്ട ഹൈക്കോടതിന്റെ മുമ്പിൽ ഷൂട്ടിംഗ് നടക്കുക. അപ്പോൾ പിന്നെ എങ്ങനെ എനിക്ക് കാലാവസ്ഥ മാറുമ്പോൾ എനിക്ക് ത്രോട്ടിനെല്ലാം എന്തൊക്കെ സംസാരിക്കാൻ തന്നെ പ്രയാസമുണ്ട്. അപ്പോൾ ഈ കാരവാനിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ ഇങ്ങനെ ശബ്ദത്തിന്റെ പ്രശ്നമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയാണ്, നിങ്ങളുടെ ഐഡന്റിറ്റി നിങ്ങളുടെ ആ ശബ്ദം അടപ്പാണ്. അത്രയും സൂക്ഷ്മമായിട്ട് എന്റെ മുരളിയുടെ ശബ്ദത്തിന്റെ ഐഡന്റിറ്റി എന്താണെന്നറിയാവോ? ഈ അടഞ്ഞ ശബ്ദമാണ്. അത് തുറന്നു പോയാൽ പോയി. ഇത് നേരിട്ടുള്ള അനുഭവമാണ് ഈ പറയുന്നത്. അപ്പൊ അത്രയും ഒരു കലാകാരനെ അദ്ദേഹം ശ്രദ്ധിച്ചു എന്നല്ലേ അതിന്റെ അർത്ഥം. എനിക്കിപ്പോ അദ്ദേഹത്തിന് എന്നെ കൊണ്ട് എന്ത് കിട്ടാനാ? ചിലപ്പോണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്റെ അനുഭവമല്ലേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. ഏത് സാഹസിൽ കണ്ടാലും എന്നെ ഒന്ന് വന്ന് അടുത്ത് വരുന്നു, അല്ലെങ്കിൽ ഒന്ന് വിഷ് ചെയ്യുന്നു, ഒരു ഇത് അദ്ദേഹം കാണിക്കാറുണ്ട് എന്നുള്ളത് എന്നെ സന്തോഷം. വലിയ ആളുകൾ കാണുമ്പോഴല്ലേ, ഇപ്പോൾ നമ്മളിപ്പോ പിണറായി വിജയൻ നമ്മളടുത്തൊരു ലോകം പറയുന്നല്ലേ നമുക്ക് കാര്യമായിട്ട് പറയാ അല്ലേ? നമ്മൾ അങ്ങോട്ട് പോയിട്ട് ഫോട്ടോ എടുക്കുന്ന വലിയ കാര്യമൊന്നും അല്ലല്ലോ. ചിത്ര എപ്പോഴും എവിടെ ഇതായാലും ഞാൻ അവരെ ശ്രദ്ധിക്കാതെ നടന്നു പോയാൽ പോലും വിളിച്ചിട്ട് ഏയ് ഒരാളിവിടെ ഇരിപ്പുണ്ടേ എന്ന് പറയും. അതൊക്കെ സന്തോഷല്ലേ നമുക്ക്. അതിന് ഒന്നും കൂട്ടിയിടാനില്ലല്ലോ, അതിനൊന്നും നമ്മളെ നാട്ടിൽ ഭാഷയിൽ പറഞ്ഞാൽ ഒന്നും കൂട്ടിയിടാനില്ലല്ലോ. അത് സന്തോഷം, അത്രേ ഉള്ളൂ. ഒരുപക്ഷെ 2-3 പാട്ട് പാടിയാൽ മതി ഒരു ഗായകന് പ്രശസ്തനാവാനും ഓർമ്മിക്കപ്പെടാനും എന്നുള്ളതിന് തെളിവാണ് താങ്കൾ എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ 3 പാട്ടുകൾ അല്ലെങ്കിൽ 4 പാട്ടുകൾ പാടുമ്പോൾ ആ പാട്ടുകൾ അതിനൊത്ത ഒരു ഭംഗി, നശിക്കാത്ത ഭംഗി അതിനുണ്ട് എന്നുള്ളതല്ലേ എന്റെ ശരി? അതെല്ലാം അനുവാചകനല്ലേ തീരുമാനിക്കുന്നത്. നമ്മൾ പാടുന്നു മാത്രമല്ലേ ഉള്ളൂ. ഇപ്പൊ എന്റെ വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ലേ പോലും ഞാൻ അവസാനം പിന്നെ ബാല്യകാല സഖിക്ക് വേണ്ടിയിട്ട് രാഘവമാഷ ലാസ്റ്റ് സോങ് പാടിയത് നല്ല പാട്ട് തന്നെയായിരുന്നു. പ്രമോദ് 98 വയസ്സ് 98 ഈ പാട്ട് പാടുന്ന സമയത്ത് എന്റെ പാട്ട് വരുമ്പോൾ 98 വയസ്സ് സമയത്താണ് താമരപ്പൂങ്കാവനത്തിൽ ചെയ്തത്. അവസാനം ഒരു പാട്ട് എടുത്തു. ആ പാട്ട് ഞാൻ പാടുന്ന മാഷ് കേട്ടിട്ടില്ല, പാടിക്കഴിഞ്ഞ ശേഷം കേട്ടിട്ടില്ല. അപ്പോഴത്തേക്കും മരിച്ചു പോയിരിക്കുന്നു. അപ്പോൾ 99 കഴിഞ്ഞ് പിന്നെ 100 അടുക്കുന്ന ആ സമയത്തായിരുന്നു ഈ പാട്ട് വന്നത്. അപ്പോൾ ഇവർ ഷൂട്ടിംഗ് തുടങ്ങുന്ന സമയത്ത് പിന്നെ ഒരു പാട്ടിന്റെ ആവശ്യം വന്നിട്ട് പ്രമോദ് തന്നെ എഴുതി, കാലം പറക്കണ മാരി വീറക്കണ രാവ് തണുക്കണ നേരം ആഴ്ത്തീരില്ല കിസ്സത്തൻ കിളിവാതിൽ ചാരത്ത് രാക്കഥ മൂളുന്നതാരോ രാക്കിളി പെണ്ണോ ആയിരത്തൊന്ന് രാക്കഥ പാടിയ ജിന്നു. ഒരു താരാട്ട് പോലെ ഒരു കഴിഞ്ഞിട്ട് ആ കഥാപാത്രം മരിക്കുകയാണ് ഈ പാട്ട് കഴിഞ്ഞിട്ട്. കുട്ടികളെയൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പാടുന്ന ഒരു പാട്ടാണ്. അത് പാട്ട് ഇതും നല്ല പാട്ടാണ്. ഇത് വർഷത്തിൽ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയത് അതിന്റെ ഒരു ജാതകത്തിന്റെ തകർവുണ്ടായിരിക്കും. പാട്ടുകളുടെ മഹത്വം അങ്ങനെയാണ്. നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഹിറ്റാവണമെന്നില്ല, പക്ഷെ ഹിറ്റാവുന്നത് നമ്മൾ പ്രതീക്ഷിക്കാതെ ആയിരിക്കും. പക്ഷെ മുരളിയേട്ടന്റെ എല്ലാ പാട്ടുകളും എന്ന് പറഞ്ഞ പോലെ ഹിറ്റായി. അതാണ്. കുറച്ച് പാട്ടുകളെ ഉള്ളെങ്കിലും അതെല്ലാം ഒരുപാട് പാട്ടുകൾ ഹിറ്റാണ്. പിന്നെ നമ്മളിപ്പോ ചില സിനിമയില് നമ്മള് ഒരുപക്ഷെ അതിന് കാരണം ഈ ശബ്ദത്തിന് വ്യത്യാസമാണ്. ഇപ്പൊ മമ്മൂട്ടി പറഞ്ഞ പോലെ ഒരുപക്ഷെ ഈ അടഞ്ഞ ശബ്ദമാണ് ഐഡന്റിറ്റി എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഒരു വ്യത്യാസമായിരിക്കും. ചിലപ്പം. കാരണം അതിനകത്തൂടെ കൊണ്ടിരുന്നൊരു വൈകാരികത ആളുകൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവുമായിരിക്കാം. എന്താ എനിക്കത് പറയാൻ പറ്റില്ല.
ചിലപ്പോ അത് അതിന്റെ അതിന് ചേർന്ന് നിൽക്കുന്ന ശ്രുതിയായി ചേർന്ന് നിൽക്കുമ്പോൾ അതിന്റെ വൈകാരികമായ എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നത് എന്നുള്ളത്, അത് വൈകാരികത ഉണ്ടാക്കുന്നതിന്റെ ചില പ്രത്യേകതകൾ ഉണ്ടാവില്ല ഓരോരുത്തർക്ക്. ഇപ്പൊ ജയചന്ദ്രൻ പാടുമ്പോഴുള്ളൊരു വ്യത്യാസമല്ലേ ഞാനിപ്പോ ജയേട്ടൻ മരിച്ചപ്പോൾ പല അനുസ്മരണ പ്രഭാഷണങ്ങളിലും പറഞ്ഞൊരു കാര്യം അതാണ്. കാരണം യേശുദാസ് ഒന്നാമൻ, ജയചന്ദ്രൻ രണ്ടാമൻ ഞാൻ ഒരിക്കലും കാണുന്നില്ല. അങ്ങനെ ഒരു സ്കൂൾ യുവജനോത്സവത്തിന്റെ മത്സരം നടത്തേണ്ട കാര്യമൊന്നും ഇവിടെ ഇല്ല. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യേശുദാസിന്റെ ബാണി എന്ന് പറയുന്നില്ല, ഇവിടെ സംഗീതത്തിലെ ബാണി എന്ന് പറയുന്നത് യേശുദാസിന്റെ സ്റ്റൈലില് യേശുദാസ് ഒന്നാമനാണ്, ജയചന്ദ്രന്റെ സ്റ്റൈലിൽ ജയചന്ദ്രൻ ഒന്നാമനാണ്. അല്ലേ? നിങ്ങൾ എന്തിനാണ് പരസ്പരം മത്സരിക്കുക? നിങ്ങളുടെ മനസ്സിൽ എന്തിനാണ് ഒരു കോമ്പറ്റീഷൻ ഉണ്ടാക്കുന്നത്? ജയചന്ദ്രൻ പാടുന്ന പോലെ ഒരു പാട്ട് യേശുദാസ് പാടില്ല, യേശുദാസ് പാടുന്ന ഒരു പാട്ട് ജയചന്ദ്രനും പാടില്ല. അവിടെ അപ്പൊ രണ്ടും രണ്ട് ശൈലികളാണ്. അതുകൊണ്ടാണ് രണ്ടുപേരും നിന്നത്. യേശുദാസിനെ പോലെ പാടാൻ ശ്രമിച്ചവരെല്ലാം തകർന്നു പോയില്ലേ? ജയചന്ദ്രൻ അങ്ങനെ എല്ലാതിരുന്നുണ്ട്. ഇപ്പൊ എം ജി ശ്രീകുമാർ പറ്റി അത് അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും, അഭിപ്രായ ഐക്യമുള്ളവരുണ്ടാവും. പക്ഷെ എം ജി ശ്രീകുമാർ നിന്നത് എന്തുകൊണ്ടാ? എം ജി ശ്രീകുമാറിൻ്റെതായ ഒരു ശൈലി ഉണ്ടായിരുന്നുണ്ട്. അത് ചിലപ്പോൾ നിങ്ങൾക്ക് സ്വീകരിക്കാതിരിക്കാം. കൂടുതൽ പേര് സ്വീകരിച്ചുകൊണ്ടുള്ള അയാൾ നിൽക്കുന്നത്, അല്ലേ? അത്രേ ഉള്ളൂ. ഇപ്പൊ നമ്മൾ ഒന്നിനായിട്ട് കമ്പയർ ചെയ്യാണ്ട്. ഒരുപക്ഷെ മുരളിയേട്ടൻ ഈ ആ കാലത്ത് യേശുദാസിന്റെ ഒരു തരംഗം ആഞ്ഞടിച്ചിരുന്ന ഒരു കാലത്താണ് ഈ പാട്ടുകളെല്ലാം പാടുന്നത്. അന്നൊരു പക്ഷെ ഒട്ടും യേശുദാസുമായി സാമ്യപ്പെടുത്താനേ പറ്റാത്തൊരു ശബ്ദം, അത് കാത്തു സൂക്ഷിച്ചത് എങ്ങനെയാണ്? അല്ല, അത് ഞാനത് പ്രത്യേകിച്ചൊന്നും ചെയ്തിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ ഒരിക്കലും അനുകരിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നുള്ള ഒന്ന്. രണ്ടാമത്, യേശുദാസ് ഒരു വിപണിയുടെ ഭാഗമായി മാറിക്കഴിഞ്ഞിരുന്നല്ലോ. അത് കാരണം അന്ന് റെക്കോർഡ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. മ്യൂസിക് ഇൻഡസ്ട്രി എന്നല്ലേ നമ്മൾ പറയുന്നത്. മ്യൂസിക് ഒരു കലയായിട്ടല്ലല്ലോ. ഫിലിം ഇൻഡസ്ട്രി, മ്യൂസിക് ഇൻഡസ്ട്രി എന്നൊക്കെ അല്ലേ പറയുന്നത്. അപ്പൊ ഈ ഇൻഡസ്ട്രിയിലെ അകത്ത ഒരു പ്രധാനപ്പെട്ട വിൽപ്പന ചരക്കായി മാറി യേശുദാസ്. അപ്പൊ അവിടെ വേറൊരാൾക്ക് പ്രസക്തി ഇല്ലാതായി. അങ്ങനെ വിൽപ്പന ചരക്കാവാൻ ജയചന്ദ്രന് പോലും പറ്റിയിട്ടില്ല, അല്ലേ? അപ്പൊ ആ വിൽപ്പന ചരക്കാവാൻ അത് അപ്പോഴ ഒരു മുതലാളിത്ത ലോകത്തില് പിന്നെ പൈസ മുടക്കുന്നതിനെ സംബന്ധിച്ചിടത്തോളം അത് ചരക്കാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് ഭാഷയിൽ പറഞ്ഞാൽ, അല്ലേ? ആ ചരക്കിനെ എങ്ങനെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് അവരാലോചിക്കുക. എത്ര കാശായാലൊന്നുമില്ല, അവർ റിട്ടേൺ ഉണ്ടാവും എന്നുള്ള അത് തിരിച്ചുകൊണ്ട് അത്രയും പൈസ മുടക്കിയിട്ട് കിട്ടാത്തതുണ്ടാവും. ഇപ്പൊ മമ്മൂട്ടി മോഹൻലാൽ അഭിനയിച്ച എല്ലാ പടവും ഹിറ്റായിട്ടുണ്ടോ? പക്ഷെ ഹിറ്റാവൂന്ന് വിചാരിച്ചിട്ടാണല്ലോ അവരെ കൊണ്ട് അഭിനയിപ്പിക്കുന്നത്. അതുപോലെ യേശുദാസ് പാടിയത് ഹിറ്റാവാതെ പോയ ആയിരക്കണക്കിന് പാട്ടുണ്ട്. ഇപ്പൊ പെട്ടെന്ന് ഓർക്കുന്ന ഒരു 10, 20, 25 പാട്ടേ നമ്മൾ ഓർമ്മ വരുള്ളൂ. എത്ര ആയിരം പാട്ട് പാടിയിട്ടുണ്ട്. അതൊന്നും പാട്ട് കാര്യമില്ല. പെട്ടെന്ന് പറഞ്ഞാൽ ഒരു പാട്ട് പാടാൻ പറഞ്ഞാൽ മുരളിയേട്ടൻ പാടുന്ന പാട്ട് ഏതായിരിക്കും? എന്റെ പാട്ടോ? ഏതെങ്കിലും പാട്ട് പെട്ടെന്ന് പാടണമെന്ന് പറഞ്ഞു. പഴയ കാലത്തെ പാട്ടുകളെല്ലാം എനിക്ക് വലിയ ഇഷ്ടമുള്ള പാട്ട്. അത് ഏതാന്ന് എനിക്ക് പറയാൻ പറ്റൂല. കാരണം അപ്പൊ തോന്നുന്ന പോലെ അതിന്റെ പിന്നെ ഭാസ്കര മാഷ പാട്ടാണ് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരിക. കാരണം അതൊരു ജീവിതമായിട്ടുള്ള അതിന്റെ ബന്ധം, ഓരോ കഥാപാത്രങ്ങള്, പിന്നെ ഭയങ്കര ഇപ്പൊ ശ്രീകൃഷ്ണനെ പറ്റിയുള്ള പാട്ടുകളെല്ലാം അധികവും ശ്രീകൃഷ്ണ പ്രകീർത്തിക്കൽ മാത്രമല്ല അവരുടെ ജീവിതം കൂടി അതിനകത്തുണ്ട്. ഈ പാടുന്ന കഥാപാത്രത്തിന്റെ ജീവിതവും കൂടി അതിനകത്ത് വെച്ചിട്ടാണ് ആ പാട്ടുണ്ടാവുന്നത് ഭാസ്കര മാഷെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ആകർഷണീയമായ പാട്ടുകളുണ്ട് ഇപ്പോൾ. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഓരോ പാട്ടിനും ഓരോ സവിശേഷതയുണ്ട്. അത് ഏത് നല്ലത് ഏത് പെട്ടെന്ന് എന്നുള്ള ഒരു പെട്ടെന്ന് പറയാൻ പ്രയാസം. മറ്റേത് ആകാശവാണിക്ക് വേണ്ടിയിട്ട് ഞാൻ പാടിയതായിരുന്നു. ചോലൂർ എഴുതിയിട്ട് രാഘവ മാസ്റ്റർ കമ്പോസ് ചെയ്ത ഒരു വിഷുപ്പാട്ടിന്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നു വന്നു. ഒരു വിഷു പാട്ടിന്റെ ചിറകിൽ ഞാൻ ഇന്നലെ ഒരുപാട് ദൂരം പറന്നു വന്നു. എന്നും കണി കൊന്ന പോലെന്നിൽ പൂക്കുന്ന പെൺകിടാവേ നിന്നെ കാത്തിരുന്നു. ഒരുപാട് നേരം ഞാൻ കാത്തിരുന്നു, നിന്നെ കാത്തിരുന്നു. ഒരു വിഷു സംക്രമ സന്ധ്യയിൽ നീ എൻ്റെ അരികത്ത് വന്ന് ചിരിച്ചതെന്തേ? കണിയൊരു കാനായി ക്ഷണിച്ചതാണോ? കണിയൊരു കാനായി ക്ഷണിച്ചതാണോ? എന്നെ
കെണിയിലാക്കാനായി വിളിച്ചതാണോ. അപ്പൊ ചേട്ടൻ എടുത്തു പറയുന്ന ഒരു പ്രത്യേക സ്ഥലം അതാണ്. പാട്ടുകൊണ്ട് എങ്ങനെയാണ് കെണി ഉണ്ടാക്കുന്നതാണ്. എന്നെ കെണിയിലാക്കാനായി ഉണ്ടോ, എന്നെ കെണിയിലാക്കാനായി വിളിച്ചതാണോ എന്ന് വേണേ വെച്ചൂടെ. മാഷ അതിനെ ആ കെണി ഉണ്ടാക്കണം. എന്നെ കെണിയിലാക്കാനായി ഉണ്ടോ. സംഗീതം കൊണ്ട് അങ്ങനെ രൂപങ്ങൾ ഉണ്ടാക്കാൻ പറ്റൂല്ലേ? തീർച്ചയായും നമുക്കറിയാം. അതാണ് അവിടെ കെണി എന്നുള്ളൊരു വാക്ക് വന്നതുകൊണ്ടല്ലേ അങ്ങനെ വരുന്നത്. നേരെ മറിച്ച് ആദ്യം ഒരു പാട്ടുണ്ടാക്കിയിട്ട് കെണിന്ന് എഴുതാൻ പറ്റില്ലല്ലോ. അപ്പൊ അതാണ് ഇപ്പോഴത്തെ പാട്ടും പഴയ പാട്ടും തമ്മിലുള്ള ഒരു വ്യത്യാസം. സാഹിത്യകാരൻ്റെതാണ് ഭാവന എന്ന് പറയുന്ന, പിന്നെ എഴുത്തുകാരനിൽ നിന്നാണ് വരുന്നത് പൂർണ്ണമായിട്ടും. മറ്റേ വികാരങ്ങളേ ഉള്ളൂ, സംഗീതത്തിന് വികാരങ്ങളേ ഉള്ളൂ. ഇതുപോലുള്ള വളരെ എന്താ പറയാ വൈഡായിട്ടുള്ള, വളരെ വൈഡ് റേഞ്ചിലുള്ള ദൃശ്യവൽക്കരണം അതിൻ്റെ അകത്ത് പെട്ടെന്ന് സാധിച്ചു. ഒരു വൈകാരികത ഉണ്ടാക്കാനേ പറ്റുള്ളൂ. ഈ ദൃശ്യങ്ങളിലേക്ക് മഞ്ഞണി പൂനിലാവ് പേരാറിൻ കടവിങ്കിൽ മഞ്ഞളരച്ചു വെച്ച് നീരാടുമ്പോൾ എന്ന് പറയുന്ന ഒരു പിക്ചർ നമ്മളെ ഉള്ളിൽ ഉണ്ടാക്കാൻ ഒരു വരികൾക്കേ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് മെനക്കെടണം. സന്തോഷം ഈ സമയത്ത് നമ്മളോട് സംസാരിച്ചതിന്. ഇല്ല, ഇപ്പോ ഈ പാട്ടുകളെ കുറിച്ച് പറയുമ്പോൾ സമയം അതിക്രമിക്കുന്ന അറിയുകയില്ല. ഒരുപക്ഷെ വി.ടി. മുരളിയെ പോലെ വളരെ അനുഗ്രഹീതനായ ഒരു ഗായകൻ, ശബ്ദം കൊണ്ട് എവിടെയും തിരിച്ചറിയപ്പെടുന്ന ഒരു ഗായകൻ, മമ്മൂട്ടിയും മോഹൻലാലും ഒക്കെ തിരിച്ചറിയുന്നു എന്ന് അവർ തന്നെ പറയുന്ന പി. ജയന്തൻ വീണ്ടും വീണ്ടും വി.ടി. മുരളിയുടെ പാട്ട് പാടട്ടെ എന്ന് ചോദിക്കുന്ന ആ ഗായകനാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്, കുഞ്ഞു ദുഃഖങ്ങളാണ്, വലിയ സന്തോഷങ്ങളാണ് അദ്ദേഹം പങ്കുവച്ചത്. വിനോദ് കുമാറിനൊപ്പം സജീവ് സി വാര്യർ, ന്യൂസ് 18 കോഴിക്കോട്.